ഇവരെ തന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് കേട്ടോ ഈ ബിരിയാണി എടുത്തിട്ട്. ബിരിയാണിയുടെ മെയിൻ പേരെന്ന് പറയുമ്പോൾ രംബയുടെ പേരിലാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത് അല്ലേ? എൻ്റെ അമ്മയ്ക്ക് ഒരു വയ്യാഴിക വന്നു. അങ്ങനെ അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ കാരണം എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. ഈ ബിരിയാണി ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന മനസ്സുള്ളവരാണ് കേട്ടോ. അപ്പോൾ അവർക്കറിയാം അത് അർഹിക്കുന്ന ആരൊക്കെയാണെന്നല്ലേ. അപ്പോൾ അവിടെ തന്നെ അവരെത്തിക്കും. അപ്പോൾ അതിൻ്റെ എത്ര രൂപയാണ്? 500 രൂപ. ഓക്കെ. ഹായ്, നമസ്കാരം. ഇതേണ്ട ഒരു അടിച്ചുപൊളി ബിരിയാണിയുടെ വിശേഷമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് കേട്ടോ. രംബയിലിട്ട ബിരിയാണി. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം എരുവയിലാണ്. അപ്പം എരുവയിൽ ഇരിക്കുന്ന ബിരിയാണി ഉണ്ടല്ലേ, രംബയിലേക്ക് ഇട്ടിട്ടുള്ള അടിപൊളി ഒരു ബിരിയാണിയാണ്. അതിന്റെ വിശേഷമാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത്. നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലേ, എന്താണ്? രംബ. അതെന്താ രംബയിലിട്ട ബിരിയാണി? കൊല്ലം കഴിഞ്ഞ്